വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ നിർണായക നീക്കവുമായി കാനഡ ഗവൺമെന്റ്. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള വിസയിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്ത്യൻ വിദ്യാർത്ഥികളെയാകും ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഇത് വലിയ തിരിച്ചടിയാകുമല്ലോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്. മധു, ഉന്മേഷ്, തീർച്ചയായിട്ടും 2025 പുതിയ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ കുറയ്ക്കുവാനാണ് കനേഡിയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. 2024 4,85,000 പെർമിറ്റുകൾ ഉള്ളതിൽ നിന്ന് 10% കുറച്ച് 4,37,000 പെർമിറ്റുകളായിരിക്കും നൽകുക. ഇതേ രീതിയിൽ ഇവർ 2026 വരെ തുടരുമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറാണ് അറിയിച്ചത്. വരും വർഷങ്ങളിൽ സ്റ്റുഡന്റ് പെർമിറ്റിന്റെ എണ്ണം കുറച്ച് 3 ലക്ഷത്തിൽ താഴെ കൊണ്ടുവരാനാണ് ഗവൺമെന്റിന്റെ ശ്രമം. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പെർമിറ്റുമായിട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ ഒരെണ്ണം മാത്രമാണ് ഇത്. കാനഡയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വരും കാലങ്ങളിൽ അത് അത്ര എളുപ്പമല്ലെന്നാണ് മില്ലർ പറയുന്നത്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് യോഗ്യത നേടുന്നതിനും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അടുത്ത 3 വർഷങ്ങൾ ഈ വർക്ക് പെർമിറ്റിന്റെ എണ്ണം 1,70,75,000 താഴെ എത്തിക്കാനാണ് ശ്രമം. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് മില്ലർ പറഞ്ഞു. അതായത് പുതിയ നടപടി പ്രകാരം കുറഞ്ഞത് 16 മാസമെങ്കിലും കാലാവധിയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് മാത്രമായിരിക്കും വർക്ക് പെർമിറ്റ് യോഗ്യത പരിമിതപ്പെടുത്തുക. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.